സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ, മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ 10 കൽപ്പനയിൽ 4-ാം കൽപ്പനയായ ശബത്ത് എന്ന സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ശബാത്ത് ശലോം. എന്താണ് സ്വസ്ഥത? 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. അതാണല്ലോ ഒരു സ്വസ്ഥത എന്ന് പറയുമ്പോൾ. ദൈവം 6 ദിവസം കൊണ്ട് സകലതും സൃഷ്ടിച്ച് 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ആ സ്വസ്ഥത മനുഷ്യന് നൽകിയിരിക്കുന്നു. ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്ന എല്ലാവരും ദൈവരാജ്യത്തിന് അവകാശികളാണ്. നിത്യജീവൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ സ്വസ്ഥത ആവശ്യം തന്നെയാണ്. കാരണം ദൈവരാജ്യത്ത് ഈ സ്വസ്ഥത പറയുന്നുണ്ട്. മനുഷ്യരെല്ലാം തെറ്റായി പഠിപ്പിക്കുന്ന ഈ സ്വസ്ഥതയെപ്പറ്റി, അല്ല ഈ സ്വസ്ഥത വേണ്ട, ന്യായപ്രമാണവും കഴിഞ്ഞുപോയി എന്നുള്ളവരോടല്ല ഞാനീ പറയുന്നത്. എന്നെ കേൾക്കുന്ന ഇതറിയാൻ വയ്യാത്ത എല്ലാ ജനങ്ങളോടും, ഏതു ജാതിയിൽപ്പെട്ടവരോടും ഞാൻ പറയുന്നു, ഈ സ്വസ്ഥത എല്ലാവർക്കും ആവശ്യം തന്നെയാണ്. 6 ദിവസം ജോലി ചെയ്ത് 1 ദിവസം റെസ്റ്റ് എടുക്കുന്നത് എല്ലാവർക്കും ആവശ്യം തന്നെയാണല്ലോ. എന്നാണ് ഈ സ്വസ്ഥത? വെള്ളിയാഴ്ച സന്ധ്യ മുതൽ ശനിയാഴ്ച സന്ധ്യ വരെയാണ് ദൈവം തന്നിരിക്കുന്ന സ്വസ്ഥത. ആ ദിവസത്തെ മാത്രമേ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദിവസമായി പറയുന്നുള്ളൂ. എല്ലാ ദിവസവും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നടക്കണം. വീണ്ടും ജനിച്ച് ഒരു ദൈവപുത്രൻ അല്ലെങ്കിൽ ഒരു പുത്രി അവർ ഏതു സമയത്തും ആത്മാവിനാൽ നടക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ ആത്മാവ് പ്രകാരം നടക്കണം. ലോകപ്രകാരം പല പല ചിന്തകളും മനുഷ്യൻ്റെ മനസ്സിൽ കയറി വരുമല്ലോ. ആ ചിന്തയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ജഡത്തെ മരിപ്പിച്ച് പുതിയതായിട്ട് ജീവിക്കുന്ന, ആത്മാവിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും നിത്യ ജീവനെ പ്രാപിക്കും. ഇത് വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. ഈ ലോകത്ത് തിന്നും കുടിച്ചും മനുഷ്യൻ്റെ ആയുസ്സുകൾ നഷ്ടപ്പെടുന്നു. ഒരു നിത്യതയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതം? മനുഷ്യൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ലോകം മുഴുവനും നേടിയാലും അവനെന്ത് പ്രയോജനം? മനുഷ്യന് ഒരസുഖം വന്നു കഴിഞ്ഞാൽ
അവൻ ആശുപത്രിയിൽ അഭയം പ്രാപിക്കുന്നു. അവൻ്റെ കയ്യിലുള്ള പൈസ മുഴുവനും തീർന്നു കഴിയുമ്പോൾ അവൻ ആ മരണത്തിൽ തന്നെ അവൻ ഇരുട്ടിൻ്റെ രാജ്യത്തേക്ക് പോകുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഈ ദൈവത്തെ നമ്മൾ അറിയുക. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ഈ ലോകത്ത് ആരും തന്നെ നശിച്ചു പോകല്ല്, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം, അല്ലെ ആ ദൈവരാജ്യത്ത് എത്തണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇതിനെ തകർത്തുകൊണ്ടാണ് പിശാച് ആരെയും ദൈവരാജ്യത്ത് കടത്താത്തത്. കാര്യം അവൻ സ്വർഗീയ നന്മ അനുഭവിച്ചിരുന്ന ഒരു ദൂതനാണ്. അതുകൊണ്ട് ആ സ്വർഗീയ അനുഭവം അവന് ശരിക്കറിയാം. അതിനാൽ ആരെയും ദൈവരാജ്യത്തേക്ക് വിടാതിരിക്കാനാണ് അവൻ്റെ ശ്രമം. ഈ ലോകത്തെ പല പല പദ്ധതികളും പുതിയതായിട്ടുള്ള പദ്ധതികളും എല്ലാം അവൻ കാണിച്ച് മനുഷ്യരുടെ ഹൃദയങ്ങളെ കവർന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അകപ്പെടാതെ വണ്ണം അവൻ്റെ കണ്ണും ഹൃദയവും ഒക്കെ കവർന്നിരിക്കുന്നു. ഇപ്പം തന്നെ മൊബൈലുകൾ, അതിനകത്തെ വീഡിയോകൾ കണ്ട് മനുഷ്യൻ ഓഷ്കു വിശ്വസിച്ച് അവൻ്റെ രാജ്യത്തേക്ക് പോകുന്നു. ഇത് മനസ്സിലാക്കുക. ദൈവത്തെ അറിയണം, അല്ലെ എനിക്ക് ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രവേശിക്കണം. എന്താണ് ഈ ദൈവരാജ്യം എന്നൊക്കെ അന്വേഷിച്ച് ചെല്ലുക. വചനങ്ങൾ വായിച്ചാൽ സത്യങ്ങൾ മനസ്സിലാകും. ദൈവത്തെ അറിയണം എന്നൊരു വ്യക്തി തീരുമാനിച്ചാൽ അവൻ്റെ ഹൃദയം ദൈവം തന്നെ തുറന്നു കൊടുക്കും. ദൈവത്തിൻ്റെ വചനങ്ങൾ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതിയിരിക്കുന്ന വചനങ്ങളാണ്. ഇത് ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ലോകത്ത് അവരവരായിട്ടുള്ള ചിന്തകളും ബുദ്ധിയും ജ്ഞാനവുമൊക്കെ പ്രയോഗിച്ച് ബൈബിളൊക്കെ വായിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് ഗ്രഹിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കണം. ഈ ലോകത്തിപ്പോൾ വചനം സംസാരിക്കാനും ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയിക്കാനും ഒക്കെയായി അനേക വേലക്കാരുണ്ട്, അല്ലെങ്കിൽ ഇടയന്മാരുണ്ട്. അവരെയൊക്കെ ദൈവം തന്നെയാണോ വിളിച്ചത്? ഈ ദൈവത്തിൻ്റെ വചനം തന്നെയാണോ അവർ പറയുന്നത്? ഇസ്രായേലിൻ്റെ ദൈവമാണോ അവരുടെ ദൈവം? ഇതൊക്കെ അവരവർ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. കാര്യം ഇടയന്മാർ തെറ്റായിട്ട് പഠിപ്പിച്ചാൽ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അതുതന്നെ വിശ്വസിക്കുന്നു.
ന്യായപ്രമാണം മാറിപ്പോയി ഇനിയൊരു ന്യായപ്രമാണത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പഠിപ്പിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുന്നു. ഈ സ്വസ്ഥത അവർക്ക് ആവശ്യമില്ല. ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാത്തവരെങ്ങനെയാണ് ദൈവരാജ്യത്തൊരു സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്? കേരളത്തിൽ നിന്നും പല രാജ്യങ്ങളും പോയി ആൾക്കാർ പ്രസംഗിക്കുന്നു. ദൈവം ഓരോ രാജ്യത്തും ദൈവത്തിൻ്റെ വചനം അറിയിക്കാൻ ഓരോരുത്തരെ ആക്കി വെക്കും. എന്താണ് സംഭവിക്കുന്നത്? ദൈവരാജ്യത്ത് രാജാവിൻ്റെ സദ്യ ഒരുക്കം പൂർത്തിയായി. ക്ഷണിക്കപ്പെട്ടവർക്കോ സമയമില്ല. അതിനാൽ മറ്റുള്ളവരോടും ഈ സുവിശേഷം പറഞ്ഞ് അവരെയും ഈ ദൈവരാജ്യത്തേക്ക് പ്രവേശിക്കണം. അതാണല്ലോ ദൈവത്തിൻ്റെ പദ്ധതി. യെശയ്യാ പ്രവചനം 56 ലാസ്റ്റ്, ഈ ഇടയന്മാർക്കോ ജനങ്ങളെ നയിക്കാൻ പ്രാപ്തിയില്ല. ഇവർ കുരയ്ക്കാൻ അറിയാൻ വയ്യാത്ത നായ്ക്കളെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജനങ്ങളെ തെറ്റിച്ച് കളയുന്നു. യെശയ്യാ പ്രവചനം 56 തന്നെ ഈ ശബത്തിനെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവനും വാക്യങ്ങൾ. ഈ അന്ത്യനാളിൽ ഏത് ജനങ്ങളെയും ഏത് ജാതിയിൽപ്പെട്ടവരെയും കൂട്ടിച്ചേർക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വായിച്ചിട്ട് തള്ളിക്കളയുന്ന, ആടുകളെ നയിക്കുന്ന ഇടയന്മാരെ നിങ്ങളെയൊക്കെ ആത്മാവിനാൽ നിങ്ങളെ ഇറക്കിയിരിക്കുന്നതാണോ? ദൈവം തന്നെയാണോ നിങ്ങളെയൊക്കെ ആക്കി വച്ചിരിക്കുന്നത്? അതോ കൂലി മേടിച്ച് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരെ അറിയിക്കുകയാണ്? ഏത് ദൈവത്തെയാണ് വിളിക്കുന്നതെന്ന് ശോധന ചെയ്യുക. ഈ ലോകത്തൊരു ദൈവമുണ്ട്, മാമോനെ നിയന്ത്രിക്കുന്ന ദൈവം. ആ ദൈവം വെളിച്ചദൂതൻ്റെ വേഷവും കെട്ടുന്നുണ്ടല്ലോ. അറിവിലും ജ്ഞാനത്തോടും ഇരുന്ന് ദൈവവചനങ്ങൾ സംസാരിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവൻ്റെ ഉള്ളിൽ വരുമ്പോൾ അവൻ സത്യവചനം പറയും. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വചനം. പ്രപഞ്ച സൃഷ്ടാവായ ഈ ദൈവം യഹൂദന്മാരുടെ ഇടയിലാണ്, ഇസ്രായേലിൻ്റെ ഇടയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അവരിൽ നിന്നാണ് ഈ വചനങ്ങളും പ്രവാചകന്മാരും ദൈവത്തിൻ്റെ പുത്രനും അപ്പോസ്തലന്മാരും എല്ലാം തന്നെ ജനങ്ങൾക്ക് രക്ഷയായി വന്നിരിക്കുന്നു. അവരെ നോക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ ഏകസത്യ ദൈവത്തെയാണ് നിങ്ങൾക്ക് വേണ്ടിയതെങ്കിൽ
നിങ്ങൾ ഈ 10 കൽപ്പന അനുസരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് ശോധന ചെയ്യുക. ഇതാ ദൈവത്തിൻ്റെ ദിവസം വരുന്നു. ഈ ദിവസത്തിൽ നിൽക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സത്യസുവിശേഷം പറയാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയും. സർവജനത്തെയും വീണ്ടെടുക്കാനാണ് ഈ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ പദ്ധതി. ഇതിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ ലോകത്ത് തിന്നും കുടിച്ചും മനുഷ്യൻ്റെ ആയുസ്സുകൾ നഷ്ടപ്പെടുന്നു. മനുഷ്യൻ മരണപ്പെട്ട് ആ പിശാചിൻ്റെ രാജ്യത്തേക്ക് പോവാതെ ദൈവരാജ്യത്തേക്ക് കയറുവാൻ എല്ലാവരെയും ഇതാ സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.